ഇപ്പൊ ഇവിടെ നിന്നിട്ട് ഇപ്പൊ പാർട്ടി അങ്ങോട്ട് ചോദിക്കാതെ തന്നെ വാർത്ത അറിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ ചെയ്തു. പാർട്ടി ബാങ്കിനെ അറിയിച്ചു. ആ. അപ്പൊ ബാങ്ക് തന്നെ പറഞ്ഞു ജപ്തി ചെയ്യാൻ പോകുന്നില്ല, പൈസ അടച്ചോളാമെന്ന് പറഞ്ഞു. 58 എന്നുള്ളത് 49 ആക്കി. പാർട്ടി അത് അടയ്ക്കുകയും ചെയ്തു. അപ്പോ മുനീർ സാഹിബ് ആരോടും പറഞ്ഞില്ല. ഇതിങ്ങനെ ചാനലിലൂടെ വന്നു, മാധ്യമങ്ങളെല്ലാവരും അറിഞ്ഞു. പാർട്ടി അത് സ്വയം പറഞ്ഞു. ഞങ്ങളുടെ CHന്റെ വീട് ക്രസന്റ് ഹൗസ് അങ്ങനെ ജപ്തി ചെയ്ത് പോകാനുള്ളതല്ല എന്നുള്ളതായിരുന്നു ഒരു ഫീലിംഗ്. അത് ഒരു വല്ലാത്ത ഫീലാ അല്ലേ? അതങ്ങനെ എല്ലാവർക്കും തോന്നണമെന്നില്ല. അതെ അതെ. അപ്പൊ ഒന്ന് ഈ പാണക്കാട് കുടുംബം എന്ന് പറയുന്നത് ഈ കുടുംബമായിട്ടുള്ള ബന്ധം ഒരു അഭേദ്യ ബന്ധമാണ്. PMSA പൂക്കോയ തങ്ങൾ എന്ന് പറയുന്ന വ്യക്തി പ്രസിഡന്റായിരിക്കുമ്പോഴും വാപ്പ ഈ പാർട്ടിയുടെ മുതിർന്ന നേതാവാണ്. അതുപോലെ തന്നെ പിന്നെ ശിഹാബ് തങ്ങളെ കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് പിന്നെ എൻ്റെ പിതാവാണ്. പിന്നെ അപ്പൊ ആ കുടുംബം, പാണക്കാട് കുടുംബം എന്ന് പറയുന്നത് എന്നും ഈ കുടുംബത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കുടുംബമാണ്. പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് പറയുന്നത് ഞാനും അദ്ദേഹം എന്നെ ഒരു സഹോദര തുല്യനായിട്ട് എന്നെ എപ്പോഴും കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയം വന്നപ്പോൾ അദ്ദേഹമാണ് അത് എന്നെ വിളിക്കുന്നതും എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. ഇത് വാർത്ത വന്നതിന് ശേഷം അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ട് പിന്നെ ഞങ്ങളെ അറിയിച്ചില്ല എന്നൊക്കെ ചോദിച്ചു. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അവർ തന്നെ തങ്ങളുമായിട്ടും കൂടി, തങ്ങളും എന്നെ വിളിച്ചിരുന്നു. അതിനുശേഷം അവർ കൂടി ഇരുന്ന് തീരുമാനിച്ചതായിരിക്കണം. അപ്പോൾ എന്നോട് പോലും പറഞ്ഞിട്ടില്ല. അവിടെ അടച്ചു കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പം അവിടെ ബാങ്കിൽ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ ലോൺ സെറ്റിൽ ചെയ്തു. ആ സമയത്ത് തോന്നുന്നൊരു ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. അതായത് ഇതൊരു വ്യക്തിയല്ലല്ലോ, ഒരു പ്രസ്ഥാനമല്ലേ? അതെ. അത് ഞാൻ വ്യക്തികൾ എന്നെ എത്രയോ ആളുകൾ ആ സമയത്ത് എനിക്ക് എൻ്റെ പിന്നെ അക്കൗണ്ട് നമ്പർ ചോദിച്ചിട്ട് ഗൂഗിൾ പേ ചോദിച്ചിട്ടൊക്കെ വിളിക്കുന്നുണ്ട്. ഞാൻ അവരോടൊന്നും, കാരണം അതിനേക്കാളൊക്കെ എൻ്റെ പാർട്ടി എൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു കുറച്ചുകൂടി അന്തസ്സ് തോന്നി എനിക്ക്. പക്ഷെ അതേസമയം മറ്റുള്ളവർ കാണിച്ച ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് പ്രതിസന്ധി ഘട്ടത്തിൽ ഇവരെല്ലാം കൂടെ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു വലിയ സന്ദേശമുണ്ടല്ലോ. ഈ ലീഗിൽ നിന്ന് മാത്രമേ ഉണ്ടായുള്ളൂ, മറ്റു പാർട്ടികളിൽ നിന്നുള്ള മറ്റു പാർട്ടികളിൽ നിന്നും വിളിച്ചിട്ടുണ്ട് എല്ലാവരും. അതായത് ഇടതുപക്ഷത്തുനിന്നും എല്ലാവരും വിളിച്ചിട്ടുണ്ട്, എല്ലാ ഭാഗത്തുനിന്നും വിളിച്ചിട്ടുണ്ട്. ഈ വിവരം വാർത്ത അറിഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. വന്നപ്പോ അന്നും അതേപോലെ തന്നെ